രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. 2025 മാർച്ച് 4-ന് തൃക്കണ്ണാപുരത്ത് വെച്ചുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് രാഹുൽ അതിജീവിതയെ പീഡിപ്പിച്ചത്. അതിജീവിതയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും 2025 മാർച്ച് 17-ന് അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഫ്ളാറ്റിൽ വെച്ചും യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഷീജ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷീജ, എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് യുവതി പറയാൻ മടിച്ച പല കാര്യങ്ങളും മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിച്ച പല കാര്യങ്ങളുമാണ് ഇപ്പോഴിത് എഫ്ഐആറിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നഗ്ന വീഡിയോ എടുക്കുന്നു, ഒപ്പം തന്നെ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതൊക്കെ ഡേറ്റിൽ എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം 2025 മെയ് 20-ന് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതിയിൽ ആ എഫ്ഐആറിന്റെ പകർപ്പ്, പെൺകുട്ടിയുടെ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള, അതായത് ഏതൊക്കെ രീതിയിലാണോ രാഹുൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്, ആ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുള്ളത്, അതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിൽ പറയുന്നത്, അതായത് 2025 മാർച്ച് 4-ന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ഒരു തവണ പീഡിപ്പിച്ചു. അതിനുശേഷം വലിയ തോതിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതടക്കമുള്ള അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും പറയുന്നു. 2025 മാർച്ച് 17-ന് അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കും എന്നുള്ള ഭീഷണിയായിരുന്നു രാഹുൽ ആ ഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് നേരെ ഉയർത്തിയിരുന്നത് എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ നിന്നും വ്യക്തമാകുന്നു. ഏതായാലും അതിനുശേഷം ഈ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം പാലക്കാട് ഫ്ളാറ്റിൽ വെച്ചും, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റുണ്ട്, അവിടെ വെച്ചും പീഡനം നടന്നിരിക്കുന്നു. അത് 2025 മെയ് അവസാന ആഴ്ചയിലെ 2 ദിവസങ്ങളിലാണ് അവിടെ വെച്ച് ഈ പീഡനം നടന്നത് എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ എടുത്തു പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരു ഗുരുതരമായ കുറ്റകൃത്യം രാഹുൽ ചെയ്തിരിക്കുന്നത്, ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു വെച്ചും പീഡനം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യമാണ്. അത് അതീവ ഗുരുതരമായ ഒന്ന് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത്, ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് അത് നൽകിയത് 2025 മെയ് 30-നാണ് എന്നുള്ള കാര്യവും എഫ്ഐആറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. നിരന്തരം ഭീഷണി അത് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ എഫ്ഐആറിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാഹുലിനെതിരായി പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങൾ, ആ പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ, അതിനപ്പുറത്ത് ക്രിമിനൽ മനോഭാവത്തോടു കൂടിയാണ് രാഹുൽ പെരുമാറിയിട്ടുള്ളത്. പുറത്ത് നമ്മൾ അറിഞ്ഞതല്ല, അതിനപ്പുറത്ത് അതിൻ്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എഫ്ഐആർ വ്യക്തമാക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഏതായാലും രാഹുലിനെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 8 കേസുകളാണ്. ഇതിൽ 8 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അത് വേഗത്തിലാക്കി തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും എഫ്ഐആറിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. രാഹുൽ എന്നുള്ള ആ വ്യക്തി എത്രത്തോളം പൈശാചിക മുഖമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ എഫ്ഐആറിലുള്ളത്. ഭദ്ര. അതെ, തീർച്ചയായും ഷീജ, ഈ പറയുന്നത് പോലെ തന്നെ ഗർഭിണിയാണ് അറിഞ്ഞുകൊണ്ട് പോലും, അതായത് മെയ് അവസാന 2 വാരം ഈ യുവതിയെ പീഡിപ്പിക്കുന്നു. അപ്പോഴും അറിയാം ഈ യുവതി ഗർഭിണിയാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മെയ് 30-ന് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നും നൽകുന്നു. മാത്രമല്ല, ഈ മരുന്ന് നൽകുന്നു, മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുറപ്പാക്കാൻ വീഡിയോ കോൾ അടക്കം ചെയ്യുമ്പോൾ എത്രത്തോളം ഷീജ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പൈശാചികമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ മനസ്സ് എന്നുള്ളതാണ്. കാരണം ഒരു ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന, ഒപ്പം തന്നെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞു ജീവൻ, അതിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ ഈ നാട്ടിൽ സാധിക്കുക? ഇവരൊക്കെയാണ് പ്രചാരണത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. ഭരണ സ്ഥാപനങ്ങൾ ഭരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടി ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്നത്. ഷീജ.
തീർച്ചയായും, കാരണം ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നാണ് ആ ജനങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള മാത്രമല്ല ആ സംസ്ഥാനത്തുള്ള മുഴുവൻ പേരും വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞെട്ടിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഫോൺ സംഭാഷണം. അതിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് ഗർഭചിത്രത്തിന് വേണ്ടി ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദ സംഭാഷണമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ ഗർഭധാരണത്തിന് പോലും ഈ പെൺകുട്ടിയെ രാഹുൽ നിർബന്ധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്.